ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെയും, പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണെന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുക്കുന്നത് പഴയ നിയമത്തിലെ അതിരുകളുള്ള സ്നേഹത്തിലൂടെ അല്ല, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന ഒരു സ്നേഹത്തിലൂടെ അല്ല. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വചനത്തിൽ പറയുന്നത്, ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷിക്കപ്പെടാനാണ്. ഇന്നും 2000 വർഷമായിട്ടും ഈ രഹസ്യത്തിൻ്റെ യഥാർത്ഥ വാത്സല്യവും രക്ഷയുടെ രഹസ്യവും നമ്മൾ സാവധാനമേ അറിഞ്ഞു വരുന്നുള്ളൂ. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. സുവിശേഷം എന്നത് ഈ ബൈബിള് മുഴുവനും അല്ല, ബൈബിള് മുഴുവനും സുവിശേഷമല്ല. ബൈബിളിലെ പഴയ നിയമം മുഴുവനും സുവിശേഷത്തിലേക്കുള്ള ഒരുക്കം മാത്രമാണെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മുഴുവനും പഠിപ്പിക്കുന്നത്. ആ ഒരുക്കം വേണ്ടിയിരുന്നു. ആ ഒരുക്കത്തിലൂടെ പാപം എന്താണെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും നമുക്ക് മനസ്സിലായി. എന്നാൽ രക്ഷ എന്നത് ആ പാപവും അതിൻ്റെ ശിക്ഷയും അതിൻ്റെ എല്ലാ ശാപവും യേശു എന്ന ദൈവപുത്രൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സൗജന്യമായി വിമോചിപ്പിച്ചിരിക്കുന്നു എന്ന ആ അറിവിലാണ്. ആ അറിവ്, അതല്ലെങ്കിൽ ആ അറിവില്ലാതെ നമ്മൾ നമ്മുടെ പാപത്തിൽ കിടന്ന് ഇപ്പോഴും വീണ് ഉരുണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ അറിവില്ലാത്തത് കൊണ്ടാണ്. ആ അറിവാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന വാക്ക് തന്നെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ദൈവനീതിയെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഇതാണ്. നിയമവും 21-ാമത്തെ വചനത്തിൽ നിയമവും പ്രവാചകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. 3 കാര്യങ്ങളാണ്. എല്ലാവരും പാപം ചെയ്തു. പാപമുണ്ടായത് ആദത്തിൻ്റെ പാപം മൂലമാണ്. ലോകത്തിലുള്ള സകലവരും പാപം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പാപം നമ്മളിലുണ്ട്. എന്നാൽ യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി 2-ാം ആദമായി വന്ന് ഈ സകലരുടെയും പാപത്തിനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിൻ്റെ ഭീകരതയെ മാറ്റി സൗജന്യമായ വിമോചനവും കൃപയും നൽകി. സൗജന്യം, ഇത് വളരെ സൗജന്യമാണ്. എന്നാൽ ഇത് വില കെട്ടതല്ല. മാർപ്പാപ്പയുടെ ഒരു പ്രബോധനമാണ്. ഇത് വില കുറവുള്ളതല്ല, അതിന് വലിയ വില കൊടുത്തു. എന്ത് വില കൊടുക്കേണ്ടി വന്നു? ദൈവം തൻ്റെ പുത്രൻ്റെ വില കൊടുത്തിട്ട് നമുക്ക് വേണ്ടി വാങ്ങിയതാണത്. ദൈവം തൻ്റെ പുത്രൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പുത്രൻ വന്നിട്ട് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകാൻ വേണ്ടിയാണ്. മോചനദ്രവ്യം, കണ്ടോ, മോചനദ്രവ്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ, അതോടൊപ്പം ലോകത്തിലുള്ള സകലരുടെയും ജീവിതത്തെ യേശു രക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യോഹന്നാൻ മൗന്താനയുടെ ആ പ്രഖ്യാപനം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതിലിപ്പോഴും നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം.
നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെല്ലാവരുടെയും, നമ്മുടെ അയൽവാസികളും ക്രിസ്ത്യാനികളല്ലാത്തവരുടെയും പാപത്തിന് യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു കാനാൻകാരി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവൾ യഹൂദയല്ല, അവൾ ക്രിസ്ത്യാനിയുമല്ല. അവൾ തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു സമൂഹം പോലെയാണ് ഫരിസേയർ കണക്കാക്കിയിരുന്നത്. സമരിയാക്കാരിയുമല്ല. സമരിയാക്കാരും യഹൂദരും തമ്മിൽ വെള്ളം പോലും കുടിച്ചിരുന്നില്ല. അങ്ങനെയുള്ളവരിൽ നിന്നുള്ളൊരു സങ്കരവർഗത്തിൽ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് അവരെ നായ്ക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലേ അവരറിയുള്ളൂ. നായ്ക്കൾ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. വളരെ മോശം ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അവരിൽ ഒരുവൾ അവളുടെ മകൾ പിശാച് ബാധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. യേശു ആദ്യം അവളെ ശ്രദ്ധിച്ചേയില്ല. ഒന്നാമത്. വീണ്ടും യേശുവിൻ്റെ അടുത്ത് കരഞ്ഞു. യേശു മിണ്ടുന്നില്ല. മൂന്നാമതായിട്ട് അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ശുപാർശയായിട്ട് ചെന്നു. ഈശോയെ, ഈ സ്ത്രീയെ വേണ്ടത് കൊടുത്ത് വിടൂ, അവർ നമ്മുടെ പുറകെ നടക്കണ കാണുന്നില്ലേ? ഈശോ അപ്പോൾ പറഞ്ഞു, മക്കൾക്ക്, ഇസ്രായേലിലെ നഷ്ടപ്പെട്ടവരെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ താണു വീണ് വീണ്ടും കരഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ദേ, മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ അവൾ പറയുകയാണേ, അവൾ എന്തു പറഞ്ഞു? കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 27-28 വചനങ്ങളിലാണ് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. ഇവള് ഒരു ക്രിസ്ത്യാനിയല്ല, ഇവളൊരു യഹൂദയല്ല. ഇവൾക്ക് എങ്ങനെ ഇതുപോലെ വിശ്വാസം കിട്ടി? ഈശോ സ്തംഭിച്ചു നിന്നു. ഇതുപോലെ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഒരു സംഭവം നമ്മൾ വേറെ കാണില്ല. ഇവളുടെ വിശ്വാസത്തെ ഈശോ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. Your faith is so great. Therefore, whatever you wish will happen, will be done to you. അതുകൊണ്ട് നീ എന്താഗ്രഹിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം, നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? മനുഷ്യരിലോ, മെഡിസിനിലോ, ഡോക്ടറിലോ, അതോ കർത്താവീശോ മിശിഹായിൽ? നമ്മൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുവിനെ എല്ലാ ദിവസവും ഭക്ഷിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലുണ്ട്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. എങ്കിലും ക്രിസ്തുവിൽ ആശ്രയമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മനുഷ്യരിലേക്ക് ഓടുന്നു, വൈദ്യരിലേക്ക് പോകും. ഇതൊക്കെ വേണം. പക്ഷെ ആദ്യം യേശുവിലേക്കൊന്ന് നോക്കൂ. ആദ്യം യേശുവേ എന്ന് വിളിക്കൂ. ഇന്ന് ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്ത്, ഈ ശുശ്രൂഷയുടെ സമയത്ത് ആ കാനാൻകാരിക്കുണ്ടായിരുന്ന വിശ്വാസം പോലെ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ എങ്ങും പോകില്ല, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകില്ല, ഒന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈശോയെ, എൻ്റെ ജീവിതം നിന്റെ കയ്യിൽ ഞാൻ സമർപ്പിക്കുന്നു. നീയാണ് എൻ്റെ ഏക രക്ഷകൻ, നീയാണ് ലോകരക്ഷകൻ. നിന്നിലൂടെ ലോകത്തിൻ്റെ സകല പാപങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പിശാചിൻ്റെ തല തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കുരിശിലൂടെ യേശു പിശാചിൻ്റെ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കുരിശിലൂടെ യേശു പിശാചിൻ്റെ ആധികാരികത അവസാനിപ്പിച്ചിരിക്കുന്നു. കുരിശിലൂടെ യേശു പിശാചിൻ്റെ ആധിപത്യം അവസാനിച്ച് ദൈവത്തിൻ്റെ ആധിപത്യത്തെ നമ്മൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അവസാനത്തിൽ നമ്മൾ തിന്മകളിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്നവരെ ഉള്ളൂ പ്രാർത്ഥന, മത്തായിയുടെ സുവിശേഷത്തിലെല്ലാം. പക്ഷേ ആ രക്ഷിക്കൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയും, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. നമ്മളിപ്പോഴും പിശാചിനെ പേടിച്ച് ജീവിക്കുകയാണ്. പിശാചിനെ ഓടിക്കാൻ പറഞ്ഞ നമ്മൾ പിശാചിനെ പേടിച്ച് ജീവിക്കുന്നു. എന്തർത്ഥം ഇതിൻ്റെ? എന്തുകൊണ്ട്? ഇതാ, അവൾ പിശാച് ബാധിച്ച അവളുടെ മകളെ
കുറിച്ച് യേശുവിനോട് പറയുമ്പോൾ യേശു പറയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. പിശാചിനോട് പോകാൻ യേശു പറഞ്ഞില്ല, നിന്റെ വിശ്വാസം മതി, നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കും. നീ ആരിൽ വിശ്വസിക്കുന്നു? നീ വിശ്വസിക്കുന്നു യേശുവാണ് രാജാവ്, യേശുവാണ് നേതാവ്, യേശുവാണ് സർവാധിപൻ, യേശു പിശാചിൻ്റെ തല തകർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അത് വിശ്വസിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മളിലുള്ളവൻ ആരാണ്? കർത്താവ് ഈശോ മിശിഹ, ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. സ്നേഹമുള്ളവരെ, ഇതാ തുടർന്നുള്ള ഈ ദിവ്യകാരുണാരാധന സമയത്തും ഇപ്പോൾ തന്നെ നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ ആരാധിക്കുക. ത്രിത്വൈക ദൈവം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മളെ ഒരു പിശാചിനും തൊടാൻ പോലും സാധിക്കില്ല. ഞാനൊരു സംരക്ഷണ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാറില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നവൻ എൻ്റെ ഉള്ളിലുണ്ട്. സർവാധിപനായ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ദൈവകരങ്ങളിലാണ്. സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നിൻ്റെ കോട്ടയാണ്, ഞാൻ നിൻ്റെ കോട്ടയാണ്, ദൈവം എൻ്റെ കോട്ടയാണ്, ഞാൻ ആ കോട്ടയ്ക്കുള്ളിലാണ്. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നതിന് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. അത്രയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. കാനാൻകാരി പറഞ്ഞ പോലെ, കർത്താവേ, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം മതി നമുക്ക്. അതായത് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമായ ഒന്നുമല്ല എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരെയും പ്രതി വാസ്തവമാണ്. കടുകുമണി എന്നത് വിശ്വാസത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ സഹവാസമാണ്. യേശുവിൻ്റെ സഹവാസത്തിലേക്കാണ് ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ സഹവാസം നമ്മിലുണ്ട്. വരുവിൻ, നമുക്ക് ഇനിയുള്ള സമയത്തിൽ ഈ സഹവാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാ പോരായ്മകളെയും അകറ്റുന്ന ഉള്ളായ്മ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കാൻ വേണ്ടി നമുക്ക് ദാഹിക്കാം. നമുക്ക് നിത്യാരാധന, വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ. തിരുവോസ്തിരൂപന ആരാധന, യേശുവേ ആരാധന. തിരുവോസ്തിരൂപന ആരാധന, യേശുവേ ആരാധന. ആരാധന, 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 ആരാധന,
ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ കോട്ടയാണ്. സങ്കീർത്തനം 18 സങ്കീർത്തനം 27 എല്ലാം പറയുന്നത് കർത്താവാണ് എൻ്റെ ജീവിതത്തിന് കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ, കർത്താവാണ് എൻ്റെ കോട്ട എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് എല്ലാ വിധത്തിലും സംരക്ഷിക്കുന്ന ഒരു കോട്ട. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവ് നമ്മളെ അങ്ങയുടെ ആ സ്നേഹ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. കർത്താവിൻ്റെ ആ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഗർഭപാത്രം പോലെയാണ്. റഹാമിം എന്നാണ് പറയുന്നത്. ഗർഭപാത്രത്തിൽ ആ ശിശുവിനെ എങ്ങനെ പരിപാലിക്കുന്നോ അതുപോലെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. കർത്താവ് നമ്മുടെ പരിചയമാണ്, കോട്ടയാണ്. സങ്കീർത്തനം 18 നമുക്ക് പാടിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ആ ഓരോ കാര്യവും 9 കാര്യം അതിൽ പറയുന്നുണ്ട്. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവ് ആരാണ്? ഓ ഈശോയെ, അങ്ങ് ആരാണ്? നമുക്ക് പാടാം സങ്കീർത്തനം 18. അത് നമ്മൾ ഏറ്റുപാടാം. അതിൻ്റെ ഓരോ വരിയും ഓരോ ശബ്ദത്തിലും ഈശോയുടെ അവസ്ഥയാണ്, ഈശോയുടെ സംരക്ഷണമാണ്, ഈശോയുടെ സൗഖ്യമാണ്, ഈശോയുടെ ശക്തിയാണ്, ഈശോ നമ്മളിൽ വസിക്കുന്നതിൻ്റെ അനുഭവമാണ്. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം രക്ഷാസിംഹവും അഭയ കേന്ദ്രവും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വീണ്ടും പാടി എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട്. അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം രക്ഷാസിംഹവും അഭയ കേന്ദ്രവും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ ആ സ്നേഹം, അങ്ങയുടെ വാത്സല്യത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങയുടെ വാത്സല്യം എന്നെ വലിയവനാക്കിയെന്ന്. ആ വരി കൂടി നമുക്കൊന്ന് പാടിക്കൊണ്ട്, അങ്ങയുടെ വാത്സല്യം, അങ്ങയുടെ ആ വാത്സല്യത്തിൻ്റെ തലോടൽ. നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്? ആ കർത്താവ് വാത്സല്യമാണ്. ആ വാത്സല്യമാണ് സ്നേഹത്തിലൂടെ, തലോടലിലൂടെ നമുക്ക് നൽകിക്കൊണ്ട് സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുന്നത്. രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വാത്സല്യം താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എല്ലാവരും ഒരിക്കൽ കൂടി. എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതു കൈയെന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന കർത്താവിന്റെ ആ ശക്തി ഇതാ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന
നാനാ ജാതി മതസ്ഥരും ആരെല്ലാവരും ജാതി മതഭേദമന്യേ കർത്താവ് കാനാൻകാരിയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ മുഴുവനും പാപം നീക്കി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാൻകാരി പറഞ്ഞു, കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ടം കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ രക്ഷയുടെ സാർവത്രികതയിലുള്ള വിശ്വാസം അവൾ പ്രഖ്യാപിക്കുകയായിരുന്നു. കർത്താവ് അവളെ ദയാപൂർവം വാത്സല്യപൂർവം നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. മത്തായി 15, 27, 28 വചനങ്ങളിലാണ്. ഇപ്പോൾ ഓരോ ഭവനത്തിലും ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്തും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇതാ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സൗഖ്യം എല്ലാം ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, വിശ്വസിക്കുക. കർത്താവ് നമ്മുടെ കോട്ടയാണ്, കർത്താവ് നമ്മുടെ പരിചയമാണ്, കർത്താവ് നമ്മുടെ പാറയാണ്. നമുക്കൊന്നിനും കുറവുണ്ടാകയില്ല, ഒന്നിനും കുറവുണ്ടാകയില്ല. കർത്താവ് നമുക്കെല്ലാം നൽകുന്ന കർത്താവാണ്. ഇതാ അത്ഭുത രോഗശാന്തി, അത്ഭുത രോഗശാന്തി, അത്ഭുത രോഗശാന്തി, അത്ഭുത രോഗശാന്തി, അത്ഭുത രോഗശാന്തി യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ പൂർണ്ണ സൗഖ്യമാകട്ടെ. രക്തധമനികൾ, മാംസപേശികൾ, ഇതാ നെഞ്ചിന്റെ വേദന, ശക്തമായ നെഞ്ചുവേദന, ഹൃദയവേദന കർത്താവ് എടുത്ത് മാറ്റുന്നു. ഹൃദയ രോഗങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. ഹൃദയത്തിൽ ഇതാ ഒരു സുഷിരം, ഹൃദയത്തിന്റെ സുഷിരം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ലിവർ സിറോസിസ് സൗഖ്യപ്പെടുത്തുന്നു. ലിവർ സിറോസിസ് സൗഖ്യപ്പെടുത്തുന്നു. കിഡ്നി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. കിഡ്നി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. കിഡ്നി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മസിലുകൾ തളർന്നവർക്ക്, കാലിന്റെ മസിലുകൾ തളർന്നവർക്ക് സൗഖ്യം നൽകുന്നു. കാലിന്റെ മസിലുകൾക്ക് സൗഖ്യം നൽകുന്നു. തളർന്ന കാലുകൾ സൗഖ്യപ്പെടുന്നു. ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ആത്മാവിന്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ, അങ്ങാണെന്റെ ശക്തിയുടെ ഉറവിടം. വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവാണ് എന്റെ ശക്തി, അങ്ങാണ് എന്റെ ശക്തിയുടെ ഉറവിടം. ആ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തികളിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ഒഴുകട്ടെ. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കും. അവിടുത്തെ ശക്തി ഞങ്ങളിൽ തുടിക്കട്ടെ. അവിടുത്തെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കി മാറ്റണമേ കർത്താവേ. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുത്തെ വാത്സല്യം എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും ഇപ്പോൾ എന്റെ പരിചയം. കർത്താവിന്റെ സൗഖ്യദായക ശക്തി ഇതാ ഓരോരുത്തരിലേക്ക് ഒഴുകുന്നു. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം നീക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ലോകം മുഴുവന്റെയും പാപം യേശുക്രിസ്തു ഏറ്റെടുത്തു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം നൽകണേ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശു മാത്രമേ ഉള്ളൂ. യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം.
എന്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കണ്ടിന്യൂ. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും അങ്ങാണെന്റെ രക്ഷാശിലവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയം രക്ഷാശിലവും. കർത്താവ് തന്റെ വലതുകരം കൊണ്ട് എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു. അവിടുത്തെ വാത്സല്യം നമ്മളെ വലിയവനാക്കിയിരിക്കുന്നു. വാത്സല്യം ദൈവമേ, ആ വാത്സല്യം ഞങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ആ വാത്സല്യം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രസരിക്കട്ടെ. രക്ഷയുടെ പരിച നൽകി അവിടുത്തെ വലത്തു കൈയ്യെന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അങ്ങേക്ക് രക്ഷയുടെ പരിച നൽകി. ആശ്വാസദായകനായ ഈശോ, അവിടുത്തെ വാത്സല്യം ഇപ്പോ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ട് അവിടുത്തെ തലോടൽ നമുക്ക് നൽകിക്കൊണ്ട് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് എല്ലാം അറിയുന്നു. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നവരാണ്. വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ തലോടാം, ഞാൻ നിങ്ങളെ താലോലിക്കാം, ഞാൻ എൻ്റെ വാത്സല്യം നിങ്ങൾക്ക് പകരാം. വരുവിൻ, വിശ്വസിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ഭയാനകമായാലും ഈശോ നമ്മളിൽ വസിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ വസിച്ചുകൊണ്ട് നമ്മളോട് കരുണ കാണിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തതിൻ്റെ അടയാളമാണ് നമുക്ക് ലഭിക്കുന്ന സൗഖ്യം. നമുക്ക് ലഭിക്കുന്ന സൗഖ്യം യേശു മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തതിൻ്റെ ഒരു രുചി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വസിക്കുക, മറ്റാരിലൂടെയും രക്ഷയില്ല. വേറൊരാളിലൂടെയും ഇതുപോലെ അത്ഭുത രോഗശാന്തികൾ നമുക്ക് ലഭിക്കില്ല. കാരണം യേശുവിനെ ദൈവം നമ്മുടെ വിമോചകനും രക്ഷകനും പാപപരിഹാര ബലിയുമായി ദൈവം അയച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം അയച്ചിരിക്കുന്നവരാണ് നമ്മുടെ മധ്യത്തിൽ. വരുവിൻ, നമുക്ക് ആരാധിച്ച് ഈശോയുടെ അനുഗ്രഹത്തിനായി, സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.